എക്സസൈസ് 1.1-ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി LCM ആൻഡ് HCF ഓഫ് ദി ഫോളോയിങ് പെയേഴ്സ് ഓഫ് ഇൻറ്റീജേഴ്സ് ആൻഡ് വെരിഫൈ ദാറ്റ് LCM ആൻഡ് HCF മൾട്ടിപ്ലൈഡ് ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ്. സോ ഫസ്റ്റ് ഓരോ നമ്പേഴ്സിൻ്റെ LCMഉം HCFഉം ഫൈൻഡ് ഔട്ട് ചെയ്യണം. എന്നിട്ട് അത് LCM ഇൻറ്റു HCF ഈക്വൽ ടു ഈ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റാണെന്ന് കൺഫേം ചെയ്യണം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 26 ആൻഡ് 91. സോ ഇതിൻ്റെ LCM HCFും ഫൈൻഡ് ഔട്ട് ചെയ്യാലോ. 26ൻ്റെ പ്രൈം ഫാക്ടേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ 26 2 കൊണ്ട് ഡിവിസിബിൾ ആണല്ലോ. 2 കൊണ്ട് ഡിവിസിബിൾ ആകുമ്പോൾ 13 കിട്ടും. 13 ഒരു പ്രൈം നമ്പറാണ്. സോ 13 സോ 1. സോ 26ന് എങ്ങനെ എഴുതാം? 2 മൾട്ടിപ്ലൈഡ് ബൈ 13 എഴുതാലോ. നെക്സ്റ്റ് നമ്പർ ആയിട്ടുള്ള 91നെ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. സോ അത് പ്രൈം ഫാക്ടറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് നമ്പർ ഏതാന്ന് നോക്കുക. സോ 1. സോ ഇത് ലാസ്റ്റ് നമ്പർ ഈ ഓഡ് ആയതുകൊണ്ട് ഇപ്പോൾ 13 മൾട്ടിപ്ലൈഡ് ബൈ 14 ചെയ്യുമ്പോൾ 13 മൾട്ടിപ്ലൈഡ് ബൈ 4 3 4s are 12, then 4 plus 1 5 3 1. സോ ആൻസർ 182 എന്ന് വരും. അപ്പോൾ എന്താ LCM എത്രയാണ് കിട്ടിയത്? ഇപ്പോൾ 182. സോ LCM 182 എന്ന് കിട്ടി. ഇനി ക്വസ്റ്റ്യനിൽ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് LCM ഇൻറ്റു HCF എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്പറായിട്ടുള്ള ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറിൻ്റെയും പ്രൊഡക്റ്റ് ആണോ എന്ന് പ്രൂവ് ചെയ്യണം. സോ നമുക്ക് ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ എഴുതുമ്പോൾ ഇവിടുത്തെ LCM 182, HCF 13 ഈക്വൽ ടു ഫസ്റ്റ് നമ്പർ എത്രയാ? 26 മൾട്ടിപ്ലൈഡ് ബൈ 91. ഈ ആൻസർ കിട്ടുമെന്ന് നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നോക്കാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 26ഉം 91ഉം മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 91 ഇൻറ്റു 26, 1 ഇൻറ്റു 6 6, 9 ഇൻറ്റു 6 54, ദെൻ 1 ഇൻറ്റു 2 9 ഇൻറ്റു 2 18. ഇത് ആഡ് ചെയ്യുമ്പോൾ 6 6 3 2 2 സെയിം ആൻസർ കിട്ടിയല്ലോ. സോ ഹെൻസ് പ്രൂവ്ഡ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്തു, കറക്റ്റാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 510 ആൻഡ് 92. 510 പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇത് 0 ആണല്ലോ എൻ്റിൽ. അപ്പോൾ സോ 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അങ്ങനെ ആകുമ്പോൾ ഹാഫ് എടുത്താൽ മതിയല്ലോ. 500ൻ്റെയും 10ൻ്റെയും ഹാഫ്. 500ൻ്റെ ഹാഫ് 250, 10ൻ്റെ ഹാഫ് ഇത് പ്ലസ് 10ൻ്റെ ഹാഫ് 5. അപ്പോൾ 255 2 കൊണ്ട്. ഇനി 255 ഏത് നമ്പർ കൊണ്ടാണ് ഡിവിസിബിൾ ആയിട്ടുള്ളത് നോക്കാം. അപ്പോൾ 2 ലാസ്റ്റ് ഓഡ് ആയതുകൊണ്ട് 2 കൊണ്ട് ഡിവിസിബിൾ ആവില്ല. ഇനി 3 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കാം. 255 ഇത് എന്താ നമ്പർ? 3 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ഈ 3 നമ്പേഴ്സ് ആഡ് ചെയ്താൽ 3ൻ്റെ മൾട്ടിപ്പിൾ കിട്ടണം. സോ 2 + 5 + 5 എന്ന് പറയുമ്പോൾ 12 ആണ് കിട്ടുന്നത്. അത് 3 കൊണ്ട് ഡിവിസിബിൾ ആണല്ലോ. സോ ഇതിൻ്റെ ആൻസർ 3 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. 255 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ 25ൽ എത്ര ടൈംസ് 3 ഉണ്ട്? 8 ടൈംസ്. 8 × 3 24, ദെൻ റിമൈനിങ് 1, ദെൻ 15ൽ എത്ര ടൈംസ് 3 ഉണ്ട്? 85. സോ 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. 85 ഇനി ഏത് കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ളത്? 2 കൊണ്ട് ഡിവിസിബിൾ അല്ല, കാരണം ലാസ്റ്റുള്ള 5 ഓഡ് നമ്പറാണ്. നെക്സ്റ്റ് ഏത് കൊണ്ടാണ് നോക്കുക? ഇനി 3 കൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കുമ്പോൾ ഇത് ആഡ് ചെയ്ത് നോക്കാം. 8 + 5 13 ആണ്. 13 ഒരു മൾട്ടിപ്പിൾ അല്ല, 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല, അതുകൊണ്ട് 3 കൊണ്ട് ഡിവിസിബിൾ അല്ല. ദെൻ 5 കൊണ്ടേ ഡിവിസിബിൾ ഉള്ളൂ. 85 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയാം 155. ദെൻ 35ൽ 17 ടൈംസ് ആണ് പോകുന്നത്. സോ 17 5 17. സോ 510നെ പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് എങ്ങനെ എഴുതാം? 510 ഈക്വൽ ടു 2 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 17 എന്ന് എഴുതാം. ഇനി നെക്സ്റ്റ് നമ്പർ ആയിട്ടുള്ള 92നെ ഫാക്ടറൈസ് ചെയ്ത് നോക്കുമ്പോൾ 92 എന്ന് പറയുന്നത് ലാസ്റ്റ് 2 ആയതുകൊണ്ട് 2 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. ഇതിൻ്റെ ഹാഫ് എടുക്കാൻ വേണ്ടി 90 + 2 എന്ന് എഴുതാം. 90ൻ്റെ ഹാഫ് 45, 2ൻ്റെ ഹാഫ് 1, സോ 46. അപ്പോൾ 246 എന്ന് എഴുതാം. 46 ലാസ്റ്റ് നമ്പർ 6 ഈവൻ നമ്പർ ആയതുകൊണ്ട് 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. 46നെ 40 + 6 എന്ന് എഴുതാം. അതിൻ്റെ ഹാഫ് 20 + 3, അപ്പോൾ 23 എന്ന് വന്നു. പിന്നെ നമുക്ക് മനസ്സിലായി 23 ഒരു പ്രൈം നമ്പറാണ്. സോ 23 കൊണ്ടേ ഡിവൈഡ് ആവുള്ളൂ. അപ്പോൾ എങ്ങനെ എഴുതാം? 92 ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 23. HCF ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ രണ്ടിലും കോമൺ ആയിട്ടുള്ള നമ്പേഴ്സാണ് HCF ആയിട്ട് എഴുതാം. 2 ഇവിടെ 2 മാത്രമല്ലേ രണ്ടിലും കോമൺ ആയിട്ടുള്ളൂ. സോ ഇവിടുത്തെ HCF എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഇനി LCM കാണാൻ വേണ്ടിയിട്ട് ഇവരെ സ്ക്വയേഴ്സിൻ്റെ ടേംസിൽ എഴുതാം. ഫസ്റ്റിൽ സ്ക്വയേഴ്സിൻ്റെ ടേംസിൽ എഴുതേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് 2² ഇൻറ്റു 23, 2 ഇൻറ്റു 3 ഇൻറ്റു
5 ഇൻറ്റു 7. അപ്പോൾ LCM എന്ന് പറയുന്നത് എന്തായിരിക്കും? LCM ഈക്വൽ ടു ഇതിൽ സെയിം കോമൺ നമ്പറിൻ്റെ ഹയസ്റ്റ് പവർ, ഇവിടെ 1 പവർ, ഇവിടെ 2 ആണ് പവർ. സോ ഏറ്റവും ഹയസ്റ്റ് പവർ 2² മൾട്ടിപ്ലൈഡ് ബൈ റിമൈനിങ് എല്ലാ ടേംസും കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. 3 ഇൻറ്റു 5 ഇൻറ്റു 7, 3, 5, 7, then 23. ഈ നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ആൻസർ എന്തുവരും? 2² 4 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 17 ഇൻറ്റു 23. 4 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എത്ര വരും? 12 അല്ലേ വരിക? അവിടെ 12 മൾട്ടിപ്ലൈഡ് ബൈ 5. 12 മൾട്ടിപ്ലൈഡ് ബൈ 5 ചെയ്യുമ്പോൾ 16 എന്ന് കിട്ടും. 16. സോ ഇവിടുത്തെ ആൻസർ 16 മൾട്ടിപ്ലൈഡ് ബൈ 17 ഇൻറ്റു 23 എന്നാണ് വരിക. മൾട്ടിപ്ലൈഡ് ബൈ 23. അപ്പോൾ 16 ഇൻറ്റു 17 ഇൻറ്റു 23 ചെയ്യുമ്പോൾ 16 മൾട്ടിപ്ലൈഡ് ബൈ 17 ചെയ്യുമ്പോൾ 0, 6 ഇൻറ്റു 7 42, 0, then 6. ഇത് ആഡ് ചെയ്യുമ്പോൾ 0, 2, 10, 1020 എന്ന് കിട്ടും. സോ എന്ത് ചെയ്യാം? 1020 മൾട്ടിപ്ലൈഡ് ബൈ 23. ഇനി 1003 മൾട്ടിപ്ലൈ ബൈ 23 ചെയ്യുമ്പോൾ 0, 6, 0, 3. then 0, 2 into 2, 4, 0, 2. ഇത് ആഡ് ചെയ്യുമ്പോൾ 0, 6, 4, 3, 2. സോ ആൻസർ എന്ത് വരും? LCMൻ്റെ ആൻസർ വരുന്നത് 23,460. ഇപ്പോൾ HCF 2 ആണെന്നും കിട്ടി, LCM 23,416 ആണെന്നും കിട്ടി. ഇനി ഇത് വെരിഫൈ ചെയ്യണം. LCM ഇൻറ്റു HCF ഈക്വൽ ടു ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ. ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ ഇക്വേഷൻ LCM മൾട്ടിപ്ലൈഡ് ബൈ HCF ഈക്വൽ ടു ഫസ്റ്റ് നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ സെക്കൻഡ് നമ്പർ. അപ്പോൾ LCM എന്ന് പറയുന്നത് ഇവിടെ എത്രയായിരുന്നു? 23,416 മൾട്ടിപ്ലൈഡ് ബൈ HCF 2 ആയിരുന്നു. ഫസ്റ്റ് നമ്പർ നമുക്കറിയാം 510 ആണ് ക്വസ്റ്റ്യനിലുള്ളത്. സെക്കൻഡ് നമ്പർ പറയുമ്പോൾ 92. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാമല്ലോ. 23,460 മൾട്ടിപ്ലൈഡ് ബൈ 2 ചെയ്യുമ്പോൾ 6 ഇൻറ്റു 2 1, 4 ഇൻറ്റു 2 8, പ്ലസ് 9, then 6, then 4. ഇവിടെ ആൻസർ 46,920 എന്ന് കിട്ടും. ഇനി 510 മൾട്ടിപ്ലൈഡ് ബൈ 92 ചെയ്ത് നോക്കാമല്ലോ. 10 മൾട്ടിപ്ലൈഡ് ബൈ 92, then 0, 2, 10, 0, 9, 5 ഇൻറ്റു 9 45. ഇത് ആഡ് ചെയ്യുമ്പോൾ 0, 2, 9, 6, 4 എന്ന് കിട്ടും. സോ ഇത് ഈക്വൽ ആണല്ലോ. സോ ഇത് വെരിഫൈ ആയി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നോക്കാമല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലുള്ളത് ഫസ്റ്റ് നമ്പർ 336 ആൻഡ് 54. സോ ഈ നമ്പേഴ്സിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് എടുത്ത് നോക്കാം. പ്രൈം ഫാക്ടേഴ്സ് എടുക്കുമ്പോൾ 336 ലാസ്റ്റ് 6 ആണ്, ഈവൻ നമ്പർ ആയതുകൊണ്ട് അതിന് 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ 336ൻ്റെ ഹാഫ് എടുക്കുമ്പോൾ 300ൻ്റെ ഹാഫ് 300 പ്ലസ് 36 എന്ന് എഴുതാം. 300ൻ്റെ ഹാഫ് 150 പ്ലസ് 36ൻ്റെ ഹാഫ് 18. സോ എന്ത് വരും? 168 എന്ന് ആൻസർ വരും. സോ 168. ഇനി 168ലും ലാസ്റ്റ് ഈവൻ നമ്പറാണ് വന്നിട്ടുള്ളത്. സോ 2 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. സോ അതിനെങ്ങനെ എടുക്കാം? 160 പ്ലസ് 8 എന്ന് എഴുതാമല്ലോ. 168നെ 160 എന്ന് പറഞ്ഞാൽ 18 പ്ലസ് 8ൻ്റെ ഡിവൈഡ് 4, 8ൻ്റെ ഹാഫ് 4. സോ 84 എന്ന് എഴുതാമല്ലോ. ഡിവൈഡബിൾ ബൈ 2. 2നെ ഇനിയും 84നെ ഡിവിസിബിൾ ബൈ 2 ചെയ്യാം. സോ ആൻസർ എന്ത് വരും? 84. 2 കൊണ്ട് അതിൻ്റെ ഹാഫ് 42 വരും. എന്നിട്ടും 2 കൊണ്ട് ഡിവിസിബിൾ ആയാൽ എന്ത് വരും? 21 എന്ന് വരും. 21 2 കൊണ്ട് ഡിവിസിബിൾ അല്ല, ലാസ്റ്റ് ഈവൻ നമ്പർ അല്ലാത്തത് കൊണ്ട് 1. സോ 3 കൊണ്ട് ഡിവിസിബിൾ 7, 7 പ്രൈം നമ്പർ ആയതുകൊണ്ട് അതുകൊണ്ട്. സോ 336നെ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു എത്ര ടൈംസ് 2? 2 മൾട്ടിപ്ലൈഡ് ബൈ 2 മൾട്ടിപ്ലൈഡ് ബൈ 2 4 ടൈംസ്. 2 മൾട്ടിപ്ലൈഡ് ബൈ ദെൻ 3യും 7ഉം. 2 മൾട്ടിപ്ലൈഡ് ബൈ 4 ടൈംസ് എഴുതാം. 2 മൾട്ടിപ്ലൈഡ് ബൈ 2 ഇൻറ്റു 3 ഇൻറ്റു 7 എഴുതാം. ഇനി ഇതുപോലെ 54നെയും പ്രൈം ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. ലാസ്റ്റ് 4 ആണ്. സോ ഇത് 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഇതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 54നെ 50 പ്ലസ് 4 എഴുതാം. 50ൻ്റെ ഹാഫ് 25
പ്ലസ് 4ന്റെ ഹാഫ് 2. സോ 27 എന്ന് കിട്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. 27 അറിയാം ലാസ്റ്റ് 7 ആയതുകൊണ്ട് 2 കൊണ്ട് ഡിവിസിബിൾ അല്ല. പിന്നെ ഇത് ആണോ നോക്കാൻ വേണ്ടി 2 + 7 ചെയ്ത് നോക്കാം. 9 3ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ അത് 3 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. സോ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 × 3 27 ആണെന്ന് അറിയാം. 9 ദെൻ 9നെ 3 കൊണ്ട് ഡിവിസിബിൾ ദെൻ 3 3. സോ 54നെ എങ്ങനെ എഴുതാം? 2 × 3 × 3 × 3 എന്ന് എഴുതാലോ. ഇനി ഇതിന് സ്ക്വയേഴ്സിൻ്റെ ടേംസിൽ എഴുതുമ്പോൾ 2 × 3³ എന്ന് എഴുതാം. ഇതിനെ 2⁴ × 3 × 7 എന്ന് എഴുതാം. സോ ഇതിനെ സ്ക്വയേഴ്സിൻ്റെ ടേംസിലോട്ട് എഴുതുമ്പോൾ 2⁴ × 3 × 7 എന്ന് എഴുതാം. ഇതിനെ 2 × 3³ എന്ന് എഴുതാം. ഇതിൻ്റെ HCF ഫൈൻഡ് ഔട്ട് ചെയ്യാം. HCF ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ കോമൺ ആയിട്ടുള്ള നമ്പേഴ്സ് ഒരു ടൈം എഴുതാം. ഇവിടെ 2 കോമൺ ആണ്. ദെൻ നെക്സ്റ്റ് കോമൺ ഏതാ? 3. 3 അല്ലേ കോമൺ ആയിട്ടുള്ളൂ. സോ 2 × 3 6 ആണ് ഇവിടുത്തെ HCF. ഇനി LCM കാണാൻ വേണ്ടിയിട്ട് ഇതിന് സ്ക്വയേഴ്സിൻ്റെ ടേംസിലോട്ട് എഴുതാം. സോ 2⁴ മൾട്ടിപ്ലൈഡ് ബൈ 3 × 7, അതുപോലെ 2 × 3³. ഇനി LCM കാണാൻ വേണ്ടിയിട്ട് LCM ഈക്വൽ ടു ഇതിൽ ഹയസ്റ്റ് പവർ എഴുതാം. 2ഉം 2⁴ ആണ് ഇവിടെ പവർ, ഇവിടെ 1 ആണ്. സോ ഹയസ്റ്റ് പവർ 2⁴. ലൈക്ക്വൈസ് 3ഉം 3³ സോ ഹയസ്റ്റ് പവർ 3³. ഇനി റിമൈനിങ് ആയിട്ടുള്ള ടേം 7 എഴുതാം. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 27 മൾട്ടിപ്ലൈഡ് ബൈ 16. 6 × 7 42. ദെൻ 6 × 2 12. 12 + 4 16. ദെൻ 7 2 2 3 1 4 432 എന്ന് കിട്ടി. 432 മൾട്ടിപ്ലൈഡ് ബൈ 7. 2 × 7 14. 3 × 7 21. 21 + 1 22. ദെൻ 4 × 7 28. 28 + 2 30. സോ 3024 എന്ന LCM കിട്ടി. അപ്പോൾ ഇനി വെരിഫൈ ചെയ്യാനുള്ളത് നോക്കാം. LCM × HCF ഈക്വൽ ടു ഫസ്റ്റ് നമ്പർ × സെക്കൻഡ് നമ്പർ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഇവിടുത്തെ LCM എന്ന് പറയുന്നത് 3024 മൾട്ടിപ്ലൈഡ് ബൈ HCF 6 ഈക്വൽ ടു ഫസ്റ്റ് നമ്പർ 336 × 54. ഇത് നോക്കാം. 3024 മൾട്ടിപ്ലൈഡ് ബൈ 6. 4 × 6 24. 2 × 6 12. 12 + 2 14. ദെൻ 1 3 × 6 18. സോ ആൻസർ എന്ത് വരും? 18,144. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 6 × 4 24. ദെൻ 2 3 × 4 12. 12 + 2 14. ദെൻ 3 × 4 12. 12 + 1 3. നെക്സ്റ്റ് ആയിട്ടുള്ളത് 5 കൊണ്ട് 6 × 5 13. 3 × 5 15 + 3 18. ദെൻ 1 3 × 5 15 + 1 16. ഇനി ഇത് ആഡ് ആക്കുമ്പോൾ 4 4 8 + 3 1. ദെൻ 1 ദെൻ 6 7 8 1. സോ ഇതും ശരിയാണ്. സോ ഹെൻസ് ഈ 3 ക്വസ്റ്റ്യനും വെരിഫൈഡ് ആണ്.